Dear students, in this session we are going to discuss smog, London smog, photochemical smog and the effect of air pollution. Smog. Smog is a type of intense air pollution. The word smog was coined in the early 20th century and is a contraction of the words smoke and fog. Smoke plus fog gives smog. In fact, smog referred to smoke is fog. Man-made smog is derived from coal combustion emissions, vehicular emissions, industrial emissions, forest fires and agricultural residue burnings. When inhaled, smog causes risk of serious heart and lung diseases. Usually, smog is formed at industrial areas where huge amount of smoke is emitted to the atmosphere. എന്താണ് സ്മോഗ്? സ്മോഗ് എന്നത് സ്മോക്ക്, പുക, ശക്തമായ പുക. അതുപോലെ ഫോഗ്, നമ്മൾ സാധാരണ മൂടൽമഞ്ഞ് എന്നൊക്കെ പറയുന്ന ആ ഫോഗ്, ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് സ്മോഗ് എന്നത്. സ്മോക്കും ഫോഗും കൂടിച്ചേരുമ്പം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് സ്മോഗ് എന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇങ്ങനൊരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്മോഗ് എന്ന് പറയുന്നത് ഒരു സ്മോക്കി, പുക കലർന്ന മൂടൽമഞ്ഞ് തന്നെയാണ്. അത് നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന കോള് കത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം താപനിലയങ്ങളിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കോളാണ്. അപ്പോൾ അങ്ങനെ കോള് കത്തിക്കുമ്പോൾ, പിന്നെ വാഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുന്ന എമിഷൻസ്, വ്യവസായശാലകളിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുന്ന എമിഷൻസ്, മെയിനായിട്ട് പുക തന്നെ. അതുപോലെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാട്ടുതീ, പിന്നെ വൻകിട കൃഷിയിടങ്ങളിൽ നിന്നും അതിൻ്റെ റെസിഡ്യൂസ് കത്തിക്കുമുണ്ടാകുന്ന പുക, ഇതെല്ലാം കൂടിച്ചേരുന്നതാണ്. ഇതെല്ലാം കൂടെ അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെട്ട് അത് മൂടൽമഞ്ഞുമായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലാവസ്ഥാ കണ്ടീഷനിൽ അത് ഈർപ്പം കലർന്ന ആ ഒരു മോയ്സ്ചറുമായി കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് സ്മോഗ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും വലിയ സിറ്റികളിലും അതുപോലെ വ്യവസായ മേഖലകളിലുമാണ് സ്മോഗ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ലണ്ടൻ സ്മോഗ്. London smog was a severe air pollution event that affected London on December 5, 1952. This disaster occurred due to the combination of sulfur dioxide with smog. The sulfur dioxide concentrations in the atmosphere were above 5 ppm. A period of cold weather with windless conditions favored the combination of airborne pollutants, mostly arising from the use of coal as a fuel. Thus, a thick layer of smog was formed over the city. The smog-sulfur dioxide combination lasted for 4 to 5 days. It caused major disruption by reducing visibility and penetrated indoor areas. ലണ്ടൻ സ്മോഗ് അഥവാ ദ ഗ്രേറ്റ് സ്മോഗ് ഓഫ് ലണ്ടൻ, ഇതൊരു അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഒരു മൂർത്തഭാവമായിരുന്നു.
1952 ഡിസംബർ 5 ലണ്ടൻ സിറ്റിയുടെ പല മേഖലകളിലും അല്ലെങ്കിൽ ലണ്ടൻ സിറ്റിയുടെ മുകളിൽ ആകാശത്തിൽ ഉരുണ്ടുകൂടിയ ഒരു വലിയ ഒരു പുകപ്പടലം, ഗ്രേറ്റ് സ്മോഗ്, അതാണ് ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത്. അതുണ്ടായതിൻ്റെ കാരണം സ്മോഗും സൾഫർ ഡയോക്സൈഡും പല കോളിലും സൾഫർ ഒരു പ്രധാന കണ്ടൻ്റാണ്. അപ്പോൾ ആ ലണ്ടൻ സിറ്റിയിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ വ്യവസായ മേഖലകളിൽ നിന്നും കോള് കത്തിച്ചപ്പം അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെട്ട സൾഫർ ഡയോക്സൈഡും അനുകൂലമായ കാലാവസ്ഥയിൽ രൂപപ്പെട്ട സ്മോഗും കൂടിച്ചേർന്നു. അപ്പോൾ ദ കോമ്പിനേഷൻ ഓഫ് സ്മോഗ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ലണ്ടൻ നഗരത്തെ മുഴുവൻ ഗ്രസിക്കത്തക്ക രീതിയിലുള്ള ഒരു കനത്ത ഒരു പുകപ്പടലം ഏതാണ്ട് 4-5 ദിവസം നിശ്ചലമായി നിന്ന് ലണ്ടൻ നഗരത്തെ തന്നെ നിശ്ചലമാക്കിയ ഒരു പുകപടലം, അതാണ് ലണ്ടൻ സ്മോഗ് എന്ന് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ പാരിസ്ഥിതിക ദുരന്തമായിരുന്നു. The smog was so dense that residents in many areas of the city were unable to see their feet as they walked. For 5 days, the great smog paralyzed London and crippled all transportation. It was estimated that about 12,000 people died and thousands were ill by smog's effect. Really, London smog is one of the worst air pollution events in the history of the world. The causes of death were bronchitis, pneumonia, and allied troubles. A similar smog was recorded in London again in December 1962, and 700 people died in this event also. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലണ്ടൻ സ്മോഗ് എന്നത് ഒരു തിക്കായിരുന്ന ഒരു പുകപടലമാണ്. സ്മോഗും സൾഫർ ഡയോക്സൈഡും കൂടിച്ചേർന്ന ഈ കനത്ത പുകപടലം അത് 5 ദിവസത്തോളം ലണ്ടൻ സിറ്റിയെ ഗ്രസിക്കുകയും 12,000-ലധികം ആൾക്കാർ, ഏതാണ്ട് 12,000-ഓളം ആൾക്കാർ മരണപ്പെടുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാരിസ്ഥിതിക ദുരന്തമാണ് ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മരണത്തിന് പ്രധാന കാരണം ഈ സ്മോഗ് ശ്വസിച്ചത് കൊണ്ടുണ്ടായ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തന്നെയാണ്. വീണ്ടും ഒരു ഇതുപോലെ തന്നെയുള്ള ഇത്രയും കാഠിന്യമുള്ളതല്ലെങ്കിലും 1962 മറ്റൊരു സ്മോഗ് ദുരന്തവും ലണ്ടൻ ഫേസ് ചെയ്യുകയുണ്ടായി. ഏതാണ്ട് 700ഓളം ആൾക്കാർ അതിലും മരണപ്പെട്ടു. Photochemical smog. Photochemical smog is a mixture of pollutants that are formed when nitrogen oxides and volatile organic compounds react with the sunlight, creating a brown haze above cities. The presence of excess hydrocarbons in the atmosphere enhances their involvement in photochemical reactions. Hydrocarbons do not react readily with the sunlight, but they are reactive towards other substances produced photochemically. The large quantities of automobile exhaust are trapped in the atmosphere and are exposed to intense sunlight, leading to the formation of photochemical smog. എന്താണ് ഫോട്ടോകെമിക്കൽ സ്മോഗ്? ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്നത് ഒരു മിശ്രിതമാണ്, പൊള്ളൂട്ടൻസിൻ്റെ ഒരു മിശ്രിതമാണ്. പ്രധാനമായും നൈട്രജൻ ഓക്സൈഡ്സും ഓർഗാനിക് കോമ്പൗണ്ട്സും, പ്രത്യേകിച്ച് വോളറ്റൈലായിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സും സൂര്യപ്രകാശവുമായി പ്രവർത്തിച്ച് പുതിയ പൊള്ളൂട്ടൻസ് ഉണ്ടാകും, സെക്കൻഡറി പൊള്ളൂട്ടൻസ് ഉണ്ടാകും. അപ്പം പ്രൈമറി പൊള്ളൂട്ടൻസിൻ്റെ
ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സെക്കൻഡറി പൊള്യൂട്ടൻസിൻ്റെ എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു മിശ്രിതമാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. സോ സീ ദ ഡിഫറൻസ് ഫോട്ടോകെമിക്കൽ സ്മോഗും തമ്മിലുള്ളത്. ഫോട്ടോകെമിക്കൽ സ്മോഗ് ഇസ് എ മിക്സ്ചർ ഓഫ് പൊള്യൂട്ടൻസ് ദാറ്റ് ആർ ഫോംഡ് when nitrogen oxides and volatile organic compounds react with the sunlight, creating a brown haze. അപ്പോൾ ഇതെല്ലാം കൂടി പ്രവർത്തിച്ച് ഒരു പടലം പോലെ, ഒരു പുകപടലം പോലെ, ചുറ്റിയെ ഗ്രസിക്കുന്ന ഒരു പടലം, ഒരു കരിമ്പടം പോലെ ഉണ്ടാകുന്നു. അതിൽ ഈ ഹൈഡ്രോകാർബൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഫോട്ടോകെമിക്കൽ സ്മോഗ് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഹൈഡ്രോകാർബൺസ് ഡയറക്റ്റായിട്ട് സൺലൈറ്റുമായിട്ട് പ്രവർത്തിക്കുന്നില്ല, പക്ഷേ സൂര്യപ്രകാശവുമായി പ്രവർത്തിക്കുന്ന മറ്റ് പൊള്യൂട്ടൻസ് ഉണ്ട്. അപ്പോൾ മറ്റ് പൊള്യൂട്ടൻസ്, ഉദാഹരണത്തിന് നൈട്രജൻ ഓക്സൈഡ്സ് സൂര്യപ്രകാശവുമായി പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേനും NO2 ഡീകമ്പോസസ് ടു NO+O, നൈട്രിക് ഓക്സൈഡും അറ്റമിക് ഓക്സിജനുമായിട്ട് അത് വിഘടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സെക്കൻഡറി പൊള്യൂട്ടൻസ്, ആ സെക്കൻഡറി പൊള്യൂട്ടൻസ് വേഗത്തിൽ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് ഹൈഡ്രോകാർബൺസുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഹൈഡ്രോകാർബൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിലും ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാകാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും. വാഹനങ്ങളുടെ ഉപയോഗം, വാഹനങ്ങളുടെ വർധനമനുസരിച്ച് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്ന എക്സോസ്റ്റ് അതിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ അത് പ്രധാനമായിട്ടും വരുന്നത് നൈട്രജൻ ഓക്സൈഡ്സും സൾഫർ ഓക്സൈഡ്സും ഹൈഡ്രോകാർബൺസുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പൊള്യൂട്ടൻസിൻ്റെ സാന്നിധ്യം അതിൻ്റെ കോൺസെൻട്രേഷന് എൻവയോൺമെൻറ്റിൽ കൂടുന്നതനുസരിച്ച് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എയർ പൊള്യൂഷൻ. Atmospheric pollutants are present largely in the troposphere and lower stratosphere. The layer of air near the ground, 1 to 100 meter high, is generally very much polluted. It contains pollutants and dust by direct injection from volcanic eruptions, ground and air nuclear explosions, and also the products of photochemical reactions involving methane and sulfur dioxide. The pollution is very high in urban and industrial areas. The next layer of air, that is again from 100 to 200 meters high, contains pollutants which are well mixed by turbulent air currents and part of which is washed out by drizzle, rain and fog. വായു മലിനീകരണം. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഏതാണ്ട് ഒരു 100 മീറ്റർ വരെ ഹൈറ്റിലുള്ള പ്രദേശം, അതിനെ നമുക്കൊരു ഫസ്റ്റ് ലെയർ എന്ന് തന്നെ വിളിക്കാം. അതാണ് ഏറ്റവും കൂടുതലായിട്ട് പൊള്യൂട്ട് ചെയ്യപ്പെടുന്നത്. കാരണം നിരന്തരമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് പൊള്യൂട്ടൻസ് കടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് പൊള്യൂട്ടൻസ് വരുന്നത് പൊടി പടലങ്ങൾ ഉൾപ്പെടെയുള്ള, അത് സ്വാഭാവികമായും പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്നതുണ്ട്, നമ്മുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നത്, ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ അന്തരഫലമായിട്ടുണ്ടാകുന്ന പൊള്യൂട്ടൻസും ഉണ്ട്. ഇത് രണ്ടും കൂടി നിരന്തരമായി അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായിട്ട് വരുന്ന ഹൈഡ്രോകാർബൺസ് എന്ന മീഥെയിൻ CH4 എന്ന് പറയുന്ന മീഥെയിൻ, അതുപോലെ സൾഫർ ഡയോക്സൈഡ് പെട്ടെന്ന് ഓക്സിജന് വേണ്ടി പ്രവർത്തിച്ചുണ്ടാകുന്ന സൾഫർ ട്രയോക്സൈഡ്, ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലെയറിനെ 1 മുതൽ 100 മീറ്റർ വരെ ഉയരത്തിലുള്ള ആ ഒരു മേഖലയെ മലിനീകരിക്കുന്നത്. അത് പട്ടണ പ്രദേശങ്ങളിൽ ഇതിൻ്റെ മലിനീകരണത്തിൻ്റെ തോത് കൂടുതലായിരിക്കും. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് 100 മുതൽ 200 മീറ്റർ വരെയുള്ള ഒരു ഹൈറ്റിലേക്കുള്ള ആ ഒരു പ്രദേശമാണ്. അപ്പം ഫസ്റ്റ് ലെയറിൽ നിന്നും ഒരു സ്വാഭാവികമായും എയർ കറൻസ് കൊണ്ട് ഇത് അന്തരീക്ഷത്തിലേക്ക് മുകളിലേക്ക് വരും. അപ്പോൾ സെക്കൻഡ് പോർഷൻ, അങ്ങനെ ആ സെക്കൻഡ് പോർഷനിലും അത് മലിനീകരിക്കപ്പെടുന്നു. സെക്കൻഡ് പോർഷനിൽ ഈ പൊള്യൂട്ടൻസ് കുറേ വാഷ് ഔട്ട് ചെയ്യപ്പെടും. അത് മഴയായിട്ടും ഫോഗായിട്ടുമൊക്കെ അത് കുറേ വാഷ് ഔട്ട് ചെയ്യപ്പെടും. ഫസ്റ്റ് പോർഷനിൽ നിന്നും കുറേ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോർഷനിൽ നിന്നും വെജിറ്റേഷൻസ് കുറേ അബ്സോർവ് ചെയ്യുന്നുണ്ട്, ബിൽഡിങ്സ് അബ്സോർവ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി തന്നെ ആദ്യത്തെ പോർഷനിൽ നിന്നും പൊള്യൂട്ടൻസ് കുറേ ലഘൂകരിക്കപ്പെടുന്നുണ്ട്. The third layer extending to the upper end of the troposphere contains major amount of water vapor and clouds. Some pollutants may be dissolved in the cloud water droplets. Subsequently, these water droplets are eliminated
as rain or discharged again into the atmosphere on evaporation of water. The pollutants, however, stay in the stratosphere for a long period and finally become detrimental to both plant and animal life. അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ നിന്നും ഞാൻ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് മുതൽ ഒരു 100 മീറ്റർ വരെ ഉയരത്തിലുള്ളത്, പിന്നെ 100 മുതൽ വീണ്ടും അനദർ ഒരു 100 മീറ്റർ സെക്കൻഡ് ലെയർ, ഒരു അതിനുശേഷമുള്ള ലെയർ തേർഡ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിൻ്റെ അപ്പർ എൻഡ് വരെ പോകും. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു 10-11 കിലോമീറ്റർ ഉയരത്തിലേക്കുള്ളത്. അപ്പോൾ ആ ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും അപ്പർ ലെവൽ വരെ പോകുന്നതാണ് തേർഡ് ലെയർ എന്ന് പറയുന്നത്. തേർഡ് ലെയറിലെ പൊള്യൂട്ടൻസ് വാട്ടർ വേപ്പറുമായിട്ടും അതുപോലെ പിന്നെ ക്ലൗഡുമായിട്ടുമൊക്കെ അത് ഇൻട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്തിട്ട് ഈ പൊള്യൂട്ടൻസ് അത് ക്ലൗഡിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ ലയിക്കാം, ഡിസോൾവ് ചെയ്യാം. ആൻഡ് സബ്സിക്വൻ്റ്ലി ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ എലിമിനേറ്റഡ് ആസ് റെയിൻ. അങ്ങനെ അത് ഉണ്ടാകുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് മഴയോടൊപ്പം എലിമിനേറ്റ് ചെയ്യപ്പെടും. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഡ്രോപ്ലെറ്റ്സ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇവാപ്പറേറ്റ് ചെയ്ത് ഈ പൊള്യൂട്ടൻ്റ് വീണ്ടും അവിടെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന പൊള്യൂട്ടൻസ് ഒരു പരിധി വരെ സ്വാഭാവികമായും അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, ലഘൂകരിക്കപ്പെടും. എന്നാൽ അത് ട്രോപ്പോസ്ഫിയറിൽ കടന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തിക്കഴിയുമ്പോഴേ ആ സ്ട്രാറ്റോസ്ഫിയറിൽ ഈ പൊള്യൂട്ടൻസ് ദീർഘകാലം അത് നിലനിൽക്കുന്നുണ്ട്. ദ പൊള്യൂട്ടൻസ് സ്റ്റേ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ഫോർ എ ലോങ് പീരീഡ്. അങ്ങനെ ലോങ് പീരീഡ് പൊള്യൂട്ടൻസ് എയറിൽ നിന്ന് കഴിയുമ്പോഴാണ് അത് ഡെട്രിമെൻ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. പ്ലാന്റ് ലൈഫിലും അനിമൽ ലൈഫിലും ഇറ്റ് കോസസ് ഡെട്രിമെൻ്റൽ ഇമ്പാക്റ്റ്. ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് ദി പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ. നൗ ലെറ്റ് us see what are the effects of air pollution. Short-term effects like irritation to throat, nose, eyes, skin, headache, etc. Long-term health effects include heart disease, lung cancer, and respiratory diseases. Long-term damage to people's nerves, brain, kidneys, liver, and other organs. It causes damages to buildings. Air pollution particles eventually fall back to earth and contaminates the soil and water bodies. It damages vegetation and crops. Acid rain, global warming. ഇതാണ് പ്രധാനപ്പെട്ട വായു മലിനീകരണം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. എല്ലാം തന്നെ വളരെ സിമ്പിളാണ്, വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ആസിഡ് റെയിനും ഗ്ലോബൽ വാർമിങ്ങും വീണ്ടും കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. So that is all in this particular session. You are given the assignments. The assignments are: number 1, briefly discuss London smog. Number 2, what are the effects of air pollution? Thank you.